ചേട്ടായി എന്നെ പുറത്തുണ്ടോ? ഈ കാണുന്നതാണ് നമ്മുടെ വീട്. വീടിന്റെ തൊട്ടുപുറകിലുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഇത്. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി. ഒരുപാട് പേര് മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ആരെങ്കിലും വന്ന് കുറച്ച് നേരം നിന്ന് കഴിയുമ്പം ഇവരുടെയൊക്കെ വിചാരം ഇവർക്ക് ഫുഡുമായിട്ട് വന്നേക്കുവാന്ന്. അതുകൊണ്ട് തന്നെ ഓടിക്കൂടും. ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. റീസെൻ്റ്ലി ആണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത്. പഴയ വീടിനെ അപേക്ഷിച്ച് ഈ വീടിനും ഈ ഒരു അറ്റ്മോസ്ഫിയറിനൊക്കെ വളരെ വലിയൊരു പോസിറ്റീവ് വൈബാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ വിൻ്റർ ആയി കഴിഞ്ഞാൽ UK എല്ലാവരും വിചാരിക്കും ഇനി കുറേ നാളത്തേക്ക് ഡാർക്ക് അടിച്ചിരിക്കണമല്ലോ എന്ന്. പക്ഷേ ഇതുപോലുള്ള നേച്ചറൊക്കെ കാണുമ്പോഴാണ് ഇച്ചിരിയെങ്കിലും സന്തോഷം മനസ്സിന് കിട്ടുന്നത്. ദേ ഒരാൾ വരുന്നത് കണ്ടില്ലേ, ആരാന്ന് ചോദിച്ചുകൊണ്ട്. കുഞ്ഞുവാവി ഉണ്ടായതിനു ശേഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, പോസ്റ്റ്മോർട്ടം ശരിക്കും ടയറിങ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന ഓഫ് ഡേയും ഫാമിലി ടൈമും ഈ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ്സൊക്കെ നമ്മുടെ ലൈഫിന് വലിയൊരു റിലീഫ് കൊണ്ടുവരും. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു. ചേട്ടായിക്ക് കൂടി ഓഫുള്ള ദിവസങ്ങളിൽ മാത്രം കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത് കാണാറുള്ളൂ. അല്ലെങ്കിൽ ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾ ആസ്വദിക്കുന്നത് ഞങ്ങളുടെ ഡോറിലൂടെയാണ്. ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം ഈ കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ. നല്ല സൺഡേ ഡേ ആണ്, പക്ഷേ വെയിലിന് ചൂടൊന്നുമില്ലല്ലോ, നല്ല തണുപ്പാണ്. ബൈ ബൈ എല്ലാവരും പൊക്കോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.